1995 അമേരിക്കയിലെ ബൾട്ടിമോർ എന്ന് പറയുന്ന സ്ഥലത്തെ സെൻറ്റ് മേരീസ് സെമിനാരി വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സന്ദർശിക്കുകയുണ്ടായി. സന്ദർശന വേളയിൽ മാർപ്പാപ്പയുടെ സ്കെഡ്യൂൾ അനുസരിച്ച് പ്രാർത്ഥനയും മീറ്റിങ്ങുകളുമെല്ലാം സെമിനാരിക്ക് വെളിയിലുള്ള ഒരു ഹാളിൽ വെച്ചായിരുന്നു. ഈ മീറ്റിങ്ങിന് ശേഷം മാർപ്പാപ്പ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. സെമിനാരിക്കുള്ളിലെ ചാപ്പലിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. സെക്യൂരിറ്റി ഗാർഡിനെ അത് ഇൻഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, മാർപ്പാപ്പയെ പോലുള്ളവർ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഓരോ സ്ഥലത്തും ചെല്ലുന്നതിന് മുൻപ് സെക്യൂരിറ്റി ചെക്കിംഗ് ആവശ്യമാണ്. പെട്ടെന്ന് സെക്യൂരിറ്റി ഗാർഡ് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗുകളുമായി ഈ ചാപ്പലിനും അതിനോട് അനുബന്ധമായ സ്ഥലങ്ങളിലേക്കും പോവുകയാണ് ചെയ്തത്. ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗിന് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യ സാന്നിധ്യം എവിടെയുള്ള സ്ഥലമാണോ അവിടെ ചെല്ലുമ്പോൾ നിൽക്കുകയും തുടർച്ചയായിട്ട് കുരച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത. അങ്ങനെ ഈ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് അവിടെ ഹൈഡ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഇനി ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ് ഈ ചാപ്പലിന് ഫ്രണ്ടിലെത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ശാന്തമായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഡോഗ് ശബ്ദം ഉണ്ടാക്കുന്നില്ല, അവിടെ നിന്ന് പോകുന്നുമില്ല. ഈ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായി. മാർപ്പാപ്പയോട് പറഞ്ഞു, മാർപ്പാപ്പ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് അനുവദിക്കാൻ പ്രയാസമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മാർപ്പാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ദേവാലയത്തിലേക്കാണ് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവാലയത്തിലേക്ക് കയറി ചെല്ലുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ആ ഡോഗ് അവിടെ ഇരുന്നത് ടാബർനാക്കിളിന് മുന്നിലാണ്. ടാബർനാക്കിളിന് മുന്നിൽ ഇരിക്കുമ്പോൾ ആ മനുഷ്യ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് ആ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗിന് സാധിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, അമേരിക്കയിലെ മാധ്യമങ്ങളൊക്കെ 1995 ഇത് വലിയൊരു വാർത്തയായി ചിത്രീകരിച്ചിരുന്നു. ഇപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുവാണെങ്കിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗ്, അതിന് ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. ആഗതമാകുന്ന പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ പെസഹ തിരുനാളിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അതെ, ആ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.